ബീഹാറിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾക്ക് കൂടുതൽ കരുത്തേകുന്ന സുപ്രധാന പ്രഖ്യാപനവുമായി സംസ്ഥാന സർക്കാർ. ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ സാമ്രാട്ട് ചൌധരിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക കൈമാറുകയും എല്ലാ മാസവും 10-ാം തീയതി ബീഹാർ പെൻഷൻ ദിനമായി ആചരിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. തലസ്ഥാനമായ പാട്നയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ 97.84 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആകെ 1423.94 കോടി രൂപ സർക്കാർ നിക്ഷേപിച്ചു. ഇടനിലക്കാരില്ലാതെ ആനുകൂല്യങ്ങൾ നേരിട്ട് അർഹരായവരുടെ അക്കൗണ്ടിലെത്തിക്കുന്ന സംവിധാനമാണ് DBT. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് ഇനി മുതൽ ഓരോ മാസവും 10-ാം തീയതി തന്നെ പെൻഷൻ ലഭിക്കുമെന്ന് സാമ്രാട്ട് ചൌധരി അറിയിച്ചു. അതിനായി എല്ലാ മാസവും 10-ാം തീയതി ബീഹാർ പെൻഷൻ ദിനമായി ആചരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെൻഷൻ വിതരണത്തിൽ കൃത്യതയും സമയബന്ധിതത്വവും ഉറപ്പാക്കുകയെന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ഒരാളും പദ്ധതിക്ക് പുറത്താകാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകി. നിലവിൽ വിവിധ കാരണങ്ങളാൽ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള അർഹരായ ആളുകളെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ കൂടുതൽ അർഹരായ വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും മറ്റു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ജില്ലാ മജിസ്ട്രേറ്റുമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഓൺലൈൻ സംവിധാനത്തിലൂടെ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ പെൻഷൻ വിതരണ നടപടികളും പദ്ധതികളും പുരോഗതിയും ചടങ്ങിൽ വിലയിരുത്തുകയും ചെയ്തു. ഈ തുകയിൽ സംസ്ഥാന സർക്കാരിന്റെ 3 സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾ പ്രകാരമുള്ള 2026 ജൂൺ മാസത്തെ പെൻഷനും ദേശീയ സാമൂഹിക സഹായ പദ്ധതിയുടെ 3 പെൻഷൻ പദ്ധതികൾ പ്രകാരമുള്ള 2026 മെയ് ജൂൺ മാസങ്ങളിലെ പെൻഷൻ തുകയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് ആനുകൂല്യം ലഭ്യമാക്കുന്ന രീതിയിലാണ് തുക കൈമാറിയത്. സുതാര്യവും അഴിമതിരഹിതവും സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെയുള്ള പൊതുജനക്ഷേമ ഭരണമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സാമ്രാട്ട് ചൌധരി പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന ഓരോ ക്ഷേമ പദ്ധതിയും അർഹരായ ജനങ്ങളിലെത്തുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിലെ ദരിദ്രർ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വിധവകൾ തുടങ്ങി സഹായം ഏറ്റവും ആവശ്യമായ വിഭാഗങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനും അന്തസ്സുള്ള ജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഭരണമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആരംഭിച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും വ്യാപകമായും നടപ്പാക്കാൻ നിലവിലെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഭരണ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക പ്രതിമാസം 400 രൂപയിൽ നിന്ന് 1100 രൂപയായി വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനം ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിച്ചതായും സാമ്രാട്ട് ചൌധരി ചൂണ്ടിക്കാട്ടി. വർദ്ധിപ്പിച്ച പെൻഷൻ തുക ദൈനംദിന ജീവിത ചെലവുകൾ നിറവേറ്റുന്നതിനും ചികിത്സ, മരുന്ന്, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഉപമുഖ്യമന്ത്രിമാരായ വിജയ് കുമാർ ചൌധരി, വിജേന്ദ്ര പ്രസാദ് യാദവ്, സാമൂഹ്യക്ഷേമ മന്ത്രി ശ്വേത ഗുപ്ത, ചീഫ് സെക്രട്ടറി പ്രത്യയ അമൃത് എന്നിവരടക്കം നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്താനും ചടങ്ങിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.